ഹലോ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ചായൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ ക്രിബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളതിനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് നിന്നും ബാക്കിയുള്ളതും നമ്മുടെ ടൗണിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളവിടെ പോയിട്ട് ക്രിബ് സെറ്റും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ ഒക്കെ അവിടുത്തെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡിയായിട്ട് ഇറങ്ങണം, കാരണം ഇപ്പോൾ തന്നെ ഏകദേശം ഉച്ചയായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ടു ലാവൻഡർ ലൈറ്റ്സ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് അധികം വൈകാതെ തന്നെ നമ്മൾ ക്രിബ് സെറ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോഴിക്കോട് നിന്ന് വാങ്ങിയതായിരുന്നു ഈ ഒരു ക്രിബിൻ്റെ ഒരു സെറ്റ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരെണ്ണത്തിൻ്റെ ഉള്ളിലേക്ക് ഒരെണ്ണം ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു പുൽക്കൂട് പോലെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതായിരുന്നു നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും അവിടുത്തെ പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എമി എന്ന് പറയുന്ന മൂത്ത കുട്ടിയാട്ടോ വന്നിങ്ങനെ ഭയങ്കര കൗതുകത്തോടെ ഭയങ്കര കാര്യമായിട്ട് വന്ന് നോക്കി നിൽപ്പുണ്ടായിരുന്നു. അവൾ മാത്രമല്ല, അനിയത്തി കുട്ടിയും. പിന്നെ ഇച്ചായനാണ് കേട്ടോ നമുക്ക് ഈ ക്രിബിൻ്റെ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തത്. ഞാൻ ജസ്റ്റ് സഹായിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ലൈറ്റ് സെറ്റ് ചെയ്തതും അതുപോലെ തന്നെ എങ്ങനെ വേണമെന്നൊക്കെ എല്ലാ പ്ലാനിങ്ങും ഇച്ചായൻ്റെതായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്രിബിൻ്റെ ഇതും പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീക്കുള്ള കാര്യങ്ങളും പിന്നെ രൂപങ്ങളും അതുപോലെ തന്നെ കുറച്ച് തെർമോക്കോൾ പീസസുമാണ് കൊണ്ടുപോയത്. അതിൻ്റെ ഇടയ്ക്ക് ചേച്ചി വീഡിയോ കോളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ച് ക്രിബിൻ്റെ ആ ഒരു പുൽക്കൂടിൻ്റെ ആ ഒരു സെറ്റ് റെഡിയായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഒരു ചെറിയ പ്ലാസ്റ്റിക്, അവിടെ ഇനി മണ്ണൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് ഇട്ട് അത് നല്ലോണം അതിൻ്റെ ഷേപ്പിന് തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊക്കത്തേക്ക് പേപ്പർ നിരത്തിയിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ പുൽക്കൂട് സെറ്റാക്കിയത്. ആദ്യം ക്രിബിൻ്റെ ആ ഒരു തൊഴുത്ത് നമ്മൾ വെച്ചു. അത് കഴിഞ്ഞിട്ട് വേണ്ട രീതിക്ക് തെർമോക്കോളിൻ്റെ പീസസ്, ഇത് ഫ്രിഡ്ജിൻ്റെ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന തെർമോക്കോളിൻ്റെ പീസസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ കൊണ്ടാട്ടോ നമ്മൾ പോയത്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ പോലെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റും നടന്ന് അവിടുന്ന് കണ്ട കുറച്ച് കല്ലുകളും അതുപോലെ തന്നെ കുറച്ച് പിന്നെ ഞണ്ടിൻ്റെ പൊത്ത് പോലത്തെ ഇതുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പെറുക്കി അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വെച്ചു. പിന്നെ തെർമോക്കോളിൻ്റെ മുകളിൽ കട്ട പൊടിച്ച് അതിൻ്റെ പൊടിയാട്ടോ വിതറി കൊടുത്തത്. പിന്നെ തേങ്ങേൻ്റെ ചകിരീൻ്റെ പൊക്കത്ത് മണ്ണ് കുഴച്ച് ചെളിയാക്കിയിട്ട് അതും നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണങ്ങുമ്പോഴത്തേക്ക് അത് സെറ്റാവും. പിന്നെ അത്രയൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ക്രിബ് സെറ്റിൻ്റെ മുകളിൽ ചെയ്തത്. പിന്നെ നമ്മൾ വഴി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിമണൽ എടുത്ത് അത് വഴി ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചെറിയ കുളം പോലെ 2 സ്റ്റീൽ പ്ലേറ്റിൽ വെള്ളം വെച്ച് ചെറിയ കുളം പോലെ ആക്കി അതിന് ചുറ്റും മണ്ണിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നമ്മുടെ ക്രിബ് സെറ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മെയിനായിട്ട് രൂപങ്ങൾ വയ്ക്കുക. അപ്പം രൂപങ്ങൾ വെക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ക്രിസ്മസ് ട്രീൻ്റെ പരിപാടി ഞാനും പിള്ളേരും കൂടെ വേഗം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ ക്രിസ്മസ് ട്രീൻ്റെ ഓരോന്ന് ചെയ്യാനും. ഞാനത് ചെയ്യട്ടെ, ഞാനിത് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഏത് നേരവും പുറകെ നടന്ന് എവിടെയാണ് തൂക്കണ്ടേന്നൊക്കെ ചോദിച്ച് ഭയങ്കര രസമായിട്ടായിരുന്നു നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരോടത് തട്ടി മറിക്കില്ല, വെക്കുന്നിടത്തുനിന്ന് അനക്കല്ല് എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഇവരങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും അത് തട്ടി അത് താഴെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് തന്നെ ഒരു സങ്കടമാവും അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ക്രിബ് സെറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. പുൽക്കൂടിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് പുല്ലൊക്കെ വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു.
കൊച്ചുങ്ങളെ കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ രൂപങ്ങളൊക്കെ വെപ്പിച്ചത്. അവർ വേഗം വേഗം കാര്യങ്ങളൊക്കെ ഇച്ചായൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് വെക്കേണ്ട സ്ഥലത്ത് തന്നെ കൃത്യമായിട്ട് വെക്കുന്നുണ്ടായിരുന്നു. തെറ്റിപ്പോയതൊക്കെ ഇച്ചായൻ പറഞ്ഞു കൊടുത്ത് അത് ഇച്ചായൻ തന്നെ ശരിയാക്കിയൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ഇതെന്താ വെച്ചാൽ മാലാഖയ്ക്ക് വള്ളിയില്ലായിരുന്നു, അതുകൊണ്ട് നമുക്ക് മാലാഖേനെ തൂക്കിയിടാൻ പറ്റിയില്ല. ഏറ്റവും പുറകിൽ കൊണ്ടുവന്ന് മാലാഖേനെ സെറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാലും നല്ല ഭംഗിയായിട്ട് നമ്മുടെ ക്രിസ്മസ് അതിൻ്റെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല രസമായിട്ട് റെഡി ആയിട്ടുണ്ട്. രാത്രി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ക്രിസ്മസ് ട്രീയിലെയും പുൽക്കൂട്ടിലെയും മാത്രം ലൈറ്റൊക്കെ ഇട്ട് വെച്ചപ്പം നല്ല ഭംഗിയായിട്ട് നമ്മുടെ പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.